അമ്മ ഡയാന് വേണ്ടി മേടിച്ചതോ ക്ലോയ്ക്ക് വേണ്ടി മേടിച്ചതോ അല്ല, മറിച്ച് അത് പട്ടിക്ക് കൊടുക്കുന്ന മരുന്നാണെന്നാണ്. ക്ലോയി അങ്ങനെ വീട്ടിനകത്തൊരു അന്വേഷണം നടത്തി ഈ പച്ച ക്യാപ്സ്യൂളിൻ്റെ പേര് കണ്ടുപിടിക്കും. പക്ഷേ ഇൻ്റർനെറ്റ് സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾക്ക് അത് എന്തിനുള്ള മരുന്നാണെന്ന് അറിയാനൊന്നും സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരൊരു ദിവസം ഒരു സിനിമ കാണാനായിട്ട് പുറത്തു പോകുന്നത്. സിനിമയ്ക്കിടയിൽ വെച്ച് ടോയ്ലറ്റിൽ പോകണമെന്ന് കള്ളം പറഞ്ഞിട്ട് ക്ലോയി ആ തിയേറ്റർ കോംപ്ലക്സിൽ നിന്നും പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അവളൊരു ഫാർമസിയിലേക്കാണ് പോകുന്നത്. ഈ ഫാർമസിയിൽ നിന്നാണ് ഡയാൻ ഈ മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അവിടുത്തെ ഫാർമസിസ്റ്റിനോട് ക്ലോയി ചോദിക്കുന്നു ഈ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോഴാണ് ക്ലോയ്ക്ക് മനസ്സിലാവുന്നത് ആ മരുന്ന് അമ്മ ഡയാന് വേണ്ടി മേടിച്ചതോ ക്ലോയ്ക്ക് വേണ്ടി മേടിച്ചതോ അല്ല, മറിച്ച് അത് പട്ടിക്ക് കൊടുക്കുന്ന മരുന്നാണെന്നാണ് ഫാർമസിസ്റ്റ് ക്ലോയിയോട് പറയുന്നത്. അത് കേട്ടിട്ട് ക്ലോയി ഷോക്കായി പോവാണ്. എന്തിനാണ് പട്ടിക്ക് കൊടുക്കുന്ന മരുന്ന് അമ്മ ഡയാൻ ക്ലോയ്ക്ക് നൽകിയിരിക്കുന്നതെന്ന്. അപ്പോൾ ക്ലോയി ചോദിക്കുന്നുണ്ട് ഇത് മനുഷ്യൻ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അപ്പോൾ ഫാർമസിസ്റ്റ് മറുപടി പറയുന്നത് ഇത് മനുഷ്യൻ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ